ഒന്നാം പ്രതിയെ തന്നെ രക്ഷിച്ചേക്കുവാണ്. ഈ സ്വർണം പൂശിയ പാല് കൊടുക്കുമ്പോൾ ചെമ്പ് പാല് എന്ന് എഴുതി കൊടുക്കുക. അതുകൊണ്ടാണ് അയാൾക്ക് കൂട്ടലില്ലാത്തത് ഇപ്പോഴും. പക്ഷെ ഹൈക്കോടതി വിധി ഞാനപ്പോൾ സംശയമാണ്. ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് 1 മാസവും 9 ദിവസവും കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ എത്തുന്നത്. 39-40 ദിവസം കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു സംശയം, ഞാനൊരു സംശയം പറഞ്ഞു, ഇത് കൊണ്ടുപോയത് ഒറിജിനലാണോ എന്ന സംശയമുണ്ട്. കാരണം 40 ദിവസം എടുക്കേണ്ട ആവശ്യമില്ല ചെന്നൈയിലെത്താൻ. അപ്പൊ വ്യാജമായി മോൾഡ് ഉണ്ടാക്കി, വ്യാജനായ സാധനമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ സംശയം ഞാൻ പറഞ്ഞു. ഒക്ടോബർ 6-ാം തീയതിയിലെ ഹൈക്കോടതി വിധി എന്താ പറഞ്ഞിരിക്കുന്നതറിയോ? ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ ദ്വാരപാലക ശില്പമല്ല, കൊണ്ടുപോയത് വ്യാജ മോൾഡുണ്ടാക്കി വേർഡ് ചെമ്പുപാലയം കൊണ്ടേക്കാം മദ്രാസിലേക്ക്. അപ്പൊ ഒറിജിനൽ ദ്വാരപാലക ശില്പം എവിടെ പോയി? ഒറിജിനൽ ഇത് സ്വർണ്ണ കവർച്ചയാണ് നല്ലത്, ഞങ്ങൾക്ക് അപ്പുറത്താണിത്. സ്വർണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം 30 കിലോ വിജയമല്യ കൊടുത്തു. ഇപ്പൊ എല്ലാം കൂടി എത്ര ബാക്കിയുണ്ട് എന്ന് അളന്നു നോക്കിയാൽ ചിലപ്പോ 10, 15, 20 കിലോ സ്വർണം പോയി കാണും. 20 കിലോ സ്വർണത്തിന് വിലയില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊന്നുമല്ല, അതിന്റെ അപ്പുറത്തെ കച്ചവടമാണ്. ഒറിജിനൽ ദ്വാരപാലക വിഗ്രഹമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വിറ്റിരിക്കുകയാണ് ഒരാൾ, വിറ്റിരിക്കുക. അങ്ങനെ തന്നെ അയാളെ കബളിപ്പിച്ച് കാണും. കാരണം ഇത് കട്ട മുതലാന്ന് അയാളോട് പറഞ്ഞിട്ടില്ല. അയാളോട് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഇത്രയും നാളുണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തന് കൊടുക്കാൻ തീരുമാനമായെന്ന് പറയാറില്ലല്ലോ. 100 കണക്കിന് ആളുകൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഐശ്വര്യം വരാൻ വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിൽ നിന്നുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള ആളുകൾ എത്ര കോടി കൊടുത്തും അവരുടെ വിശ്വാസമാണ് ഇത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ തയ്യാറാണ്. അവർക്കാണ് ഇത് വിറ്റിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഭാഗം ഇറ്റ് വാസ് സോൾഡ് ടു എ വില്ലിംഗ് പർച്ചേസർ. അതൊരു താല്പര്യമുള്ള ഒരാൾക്ക്, പർച്ചേസർ വാങ്ങിക്കുന്ന ആൾക്ക് കൊടുത്തു. വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ, ഉയർന്ന തുകയ്ക്ക്. ഇത് സ്വർണം ചുരണ്ടിയെടുത്തതല്ല, ഇത് ഒറിജിനൽ ദ്വാരപാലക ശില്പം. അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.